സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാമേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനാ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനാ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ യേശു, ആടിപ്പീണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എൻ്റെ നാഥാ, ഇത്ര മാധുര്യം ജീവിതത്തിൽ. സൗഖ്യദായകൻ എൻ യേശു, ആടിപ്പീണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എൻ്റെ നാഥാ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ. വായ്കളെ തുറന്നു. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവും വാഴ്ത്തും ആരാധ്യനാം യേശുവേ.
സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. എല്ലാ നാവും പാടും, എല്ലാ ശബ്ദത്തോർത്ത് പാടിക്കുന്നു. ആരാധ്യനായ യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശു, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ. ഒരു നിമിഷം ഇരിപ്പിടങ്ങളെ വിട്ട് ദൈവസന്നിധിയിൽ എഴുന്നേറ്റെന്നേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാ. ആ കരങ്ങൾ ഉയർത്തി യേശുവേ ആരാധന. യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. ശബ്ദത്തെ ഉയർത്തി യേശുവേ ആരാധന, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധന, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കാ മരിച്ചതിനാ. ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും, എനിക്കാ മരിച്ചതിനാ. ഞാനെന്നും അങ്ങേ ആരാധിച്ചു. കരങ്ങൾ
ഉയർത്തി യേശുവേ ആരാധന, യേശുവേ എല്ലാ ആദരങ്ങളും ചലിപ്പിച്ച് യേശുവേ ആരാധന, ആരാധ്യനേ യേശുവേ ആരാധന, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധന, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. എൻ കർമ്മവും പ്രവർത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, എൻ കർമ്മവും പ്രവർത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, കൃപയാ രക്ഷിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും, കൃപയാ രക്ഷിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും, യേശുവേ ആരാധ്യനേ, യേശുവേ എല്ലാ കാര്യങ്ങളും ഉയർത്തി യേശുവേ ആരാധന, യേശുവേ യേശുവേ ആരാധനേ, യേശുവേ ആരാധന, യേശുവേ ആരാധനേ, യേശുവേ യേശുവേ ആരാധന, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ശബ്ദത്തെ ഉയർത്തി ഒരിക്കൽ കൂടെ നിങ്ങൾ മാത്രം യേശുവേ ആരാധന, യേശുവേ ഒരിക്കൽ കൂടെ ശബ്ദത്തെ ഉയർത്തി ആദരങ്ങളെ ചലിപ്പിച്ച് യേശുവേ ആരാധന, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ, യേശുവേ ആരാധനേ. ആ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത കരങ്ങളെ അടിച്ച് ഒരു ഗാനം കൂടെ പാടി കർത്താവിന് ഇന്ന് ആരാധന കൊടുക്കാം. കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ.
കഴിഞ്ഞ പകൽ നടന്ന മീറ്റിംഗ് എത്ര പേർക്ക് അനുഗ്രഹമായി എന്ന് പറഞ്ഞാൽ കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരു ഹാലുലേ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദത്തെ ഉയർത്തി അനുഗ്രഹമായെന്ന് പറയുന്നവർ, അതേ ദൈവം ഇന്നും നമ്മുടെ മധ്യത്തിലും ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകലിലും വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ, ഞങ്ങളിലൂടെ ചെയ്യുവാൻ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവ് വിശ്വസ്തനാണ്. വാക്കു പറഞ്ഞ ദൈവം വാക്കു മാറാത്ത കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ഒരു ഗാനം കൂടെ പാടി കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പീഡിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പീഡിച്ചെടുത്തു. പാവന നീനം തന്നു പാപത്തിൻ കാറ പോക്കി, പാവന നീനം തന്നു പാപത്തിൻ കാറ പോക്കി. രക്ഷിച്ചതാലങ്ങേ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാലങ്ങേ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിയിടുമ്പോ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിയിടുമ്പോ, മധ്യ വന്നാനുഗ്രഹം ചെയ്തിടാമെന്നൂരാ, മധ്യ വന്നാനുഗ്രഹം ചെയ്തിടാമെന്നൂരാ. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടും
നിന്ദാസ മർക്കോസിൻ മാളികയിൽ. ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസ മർക്കോസിൻ മാളികയിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ, നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ. നിൻ ശക്തിയായ ചീടുക അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. നിൻ ശക്തിയായ ചീടുക അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻരോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, വൻരോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ. നിൻ സഭ വളർന്നങ്ങ് എണ്ണത്തിൽ പെരുകുവാൻ, നിൻ സഭ വളർന്നങ്ങ് എണ്ണത്തിൽ പെരുകുവാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമധ്യ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമധ്യ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം എൻ യേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിരി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിനി. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ
യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം എൻ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമ മധ്യ ഭൂതങ്ങളാൽ എന്നെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമ മധ്യ ഭൂതങ്ങളാൽ എന്നെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ, എൻ യേശുവൻ. സാധ്യമേ എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. 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 സാധ്യമേ എല്ലാം സാധ്യമേ. വിമാന ശംദാര ശുടമന വൈഡം ചാരവരാരഗദാരമന ശംദാര ദൂരാലാദോരോലോ ശേകേരിയാന്തോരോലോ റോഗോരോ തോരോലോ റിയാന്താരാല ശുടമന രഗടഗരഗദര വൈഡവരാജഗര ശംദാര ശുടമാന റിയാന്താരാതാരാല റിമോരോതോ ശംദാര ശുടാകാരം രഗദം രഗദം റിമാന ദൂരാലാര തോരോലോ റോഗോരോ ശേകേരി വൈഡം താരം രഗദം വിമാന ശുടമന വൈഡവരാജഗരാജവന ശംദൂര റിമോരോ ശേകി ശുടാര ധരാലമ റിയാന്താരാലമന ശുടമാന റിമോരോതോ ശേകേരിയാന്താരാലമന ശുടാര ധരാലരമന. ആരാധിച്ചിന്ന് പകലിൽ വിടുതലുകൾ സ്വീകരിച്ചാട്ടെ. ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ സൗഖ്യമുണ്ട്, ആരാധനയിൽ ദൈവിക പ്രവർത്തികൾ വെളിപ്പെടും. ലാക്കാര ദൂരേലിരിമാന ശംദാരാലബ റീമന ദുരാലരമന ശുടമന രഗൽക്കരാലബ ലാശറ്റാരാലമന ജൂഡരാധരാലബ റീമനാലാര കോരോലോറബോ ശംദാരാലമ ലാതാരാലറബന ശൂഡാരാധരാലബ. ചില ഇരുളിന്റെ വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഇരുളിന്റെ സാന്നിധ്യങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ലാതാരാലറമന ദുരിലിരിമാന. ഇരിക്കാൻ കഴിയാതെ വണ്ണം ദൈവശക്തി നിറയട്ടെ. ഇരിക്കാൻ കഴിയാതെ വണ്ണം, ഇരുളിന് ഇരിക്കാൻ കഴിയാതെ വണ്ണം ദൈവിക ശക്തി അവിടെ ചലിക്കട്ടെ. ലാതാര കൊലോറോബോ ശംദാരാലമ ശൂഡാരാ ധാരാലറമന ശുടമന രഗൽക്കരാലമ ഷൈഡവാല ജൂഡാരാ ധാരാല റിയാന്തേരിയ ലാശട്ടാരാലറമന ശുടമന രഗൽക്കരാല റിയാന്തോ ദൂരാലറമന ശൂഡരാ ധാരാല രഗൽക്കരാലമ ലാഷ്പദ റീമന റിയാന്താരാലമന വൈഡമന ശുടമന രഗൽക്കരാലമ ലാതാരാലറമന ശുഡാരാ ധാരാലറമന ശൂഡമാന റിയാന്താരാലമന ഷേറ്റ് റീബാര ദൂരിലിരിമാന വൈഡം ധാരബല ശുടമന രഗൽക്കരാല ലാശറ്റേരി റീബാര ദൂരലിരിമാന റിയാന്താരാലമന ശുടമന രഗൽക്കരാലമ ലാതരാലമ ശംദാരാലമന ശൂഡരീതിരി ജിബിരി ബിരി 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 റിയാന്താരാലമന ശൂഡരാധരാലമ ലാഷ്ബര ലിയാന്താരാലമന ശൂഡമന രഗൽക്കരാലമ റീമന ധരാലറമന ശുടമന റിയാന്തേരിയ ലാഷ്ബറ്റേരി റീകാരാധരാലമ. നിങ്ങൾ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ കൂടെ സമർപ്പിച്ചാട്ടെ. നിങ്ങളുടെ ലൈഫിൽ വന്നു പോയ കുറവുകളൊന്ന് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവ് ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങൾ തരുന്നു. ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിന് കീഴിലാക്കിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദൈവ സാന്നിധ്യം ഞങ്ങളെ വഴി നടത്തട്ടെ.
അങ്ങേ പിരിഞ്ഞൊരു നിമിഷം പോലും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുവാൻ ഇടവരുത്തരുത്. അങ്ങേ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയയില്ല എന്നുള്ള ബോധ്യം ഇടവിടാതെ എപ്പോഴും ഞങ്ങളുടെ ഉള്ളിലായിരിക്കട്ടെ. അങ്ങല്ലാതെ മറ്റൊന്നും നേടുവാൻ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് വേറൊന്നുമില്ല കർത്താവേ. അങ്ങേ പിരിഞ്ഞു അങ്ങേ മറന്നു യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധാരയിൽ. അങ്ങേ പിരിഞ്ഞു അങ്ങേ മറന്നു യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധാരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എൻ്റെ നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനാദിയും. കൊതിയുള്ളവർ പാടി. വേറൊന്നിനാലും തൃപ്തനാകില്ല. എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, എൻ്റെ ദാഹം തീർക്കും ജീവനാദിയും. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ യേശുനാഥ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ
സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. അപ്പാന്നൊന്ന് വിളിക്കാമോ? സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ. അൺകണ്ടീഷണലായി അങ്ങേ സ്നേഹിപ്പാൻ അങ്ങുമായി അകലാത്തൊരു ലൈഫ്. ചിലരുടെ ഉള്ളങ്ങളിലേക്ക് ആ സ്നേഹനിധിയായ അപ്പൻ മറ്റാരൊക്കെ നമ്മെ വിട്ടു പോയാലും, മറ്റാരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞാലും തള്ളാതെ സ്നേഹിപ്പാൻ കഴിവുള്ള ഈ ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ. അത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന നമ്മുടെ യേശു അപ്പയാണ്. ഞങ്ങളുടെ നാമഞ്ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സാഹിത്യ നിറച്ച കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആ കരങ്ങളെ അടിച്ച് കർത്താവിനെ കീർത്തനങ്ങൾ 13 വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 13. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം എൻ്റെ മുഖത്തെ താൻ കാണാതെ വണ്ണം മറയ്ക്കും? എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം അരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. ഈ 13-ാമത്തെ സങ്കീർത്തനം ദാവീദിനെ പിന്തുടർന്ന് ശൗലിൻ്റെ ഉപദ്രവ നിമിത്തമായി മാനസികമായി തകർന്ന സമയത്ത് പാടിയൊരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വചനം നമുക്ക് നോക്കാം. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം, എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിനംപ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും. ഇവിടെ നിരാശ വരുന്ന സമയത്ത്, അതായത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിരാശയുടെ അറ്റത്ത് നിന്ന് പറയുന്ന 2 വചനങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആ നിരാശയുടെ മധ്യത്തിൽ നിന്നും ദാവീദ് പറയുന്നത് എത്രത്തോളം എന്നുള്ള വാക്ക് ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് എത്ര നിരാശ വന്നാലും അതിനപ്പുറത്തൊരു പ്രത്യാശ ഉണ്ട് എന്ന് മനസ്സിലൊരു തീരുമാനമുണ്ടായിരുന്നു കാണും. അതുപോലെ തന്നെ 3-ാമത്തെയും 4-ാമത്തെയും വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം അരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിപ്പാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേ.
അതായത് നിരാശയുടെ വക്കിൽ നിന്നും ഒരു നിലവിളിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് 4 പ്രാർത്ഥനകളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിരാശ വന്നപ്പോൾ ഒരു 5 ചോദ്യം ദൈവസന്നിധിയിൽ ചോദിച്ചു എങ്കിലും നിലവിളിച്ചു കൊണ്ടൊരു 4 പ്രാർത്ഥന നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ 5-ാമത്തെ 6-ാമത്തെ വാക്യം കൂടെ നോക്കാം. ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. അതായത് 1-2 വാക്യം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിരാശയുടെ വക്കിൽ നിന്ന് പറഞ്ഞ 5 ചോദ്യം. 3-4 വാക്യം നോക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ടുള്ള ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന. 5-6 നോക്കുമ്പോൾ പ്രത്യാശിച്ചുകൊണ്ട് എടുക്കുന്ന ഓരോ തീരുമാനം. അതായത് നിരാശയിൽ നിന്ന് തുടങ്ങി പ്രത്യാശയിൽ നിന്ന് അവസാനിക്കുന്ന ഒരു വചനത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ഓരോ ആപത്ത് വരുമ്പോഴും നമ്മൾ നിരാശയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇത്രമേ ഉള്ളൂ എന്ന് നാം എല്ലാവരും വിധി എഴുതുന്ന ഒരു അവസ്ഥയെ കാണുവാൻ സാധിക്കും. അതായത് നിരാശയുടെ വക്കിൽ നിന്ന് എത്രത്തോളം എന്ന് ദൈവസന്നിധിയിൽ ചോദിക്കുമ്പോൾ അതിനപ്പുറത്തൊരു പ്രത്യാശ ഉണ്ട് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് പോലെ, അതായത് ഒരു പ്രത്യാശയോടുള്ള ജീവിതം ദാവീദ് നയിച്ചപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കും പല രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് നാം തകർന്ന് ഇത്രത്തോളം മതി എന്നുള്ള രീതിയിൽ ഒരു വിധി എഴുതാതെ വണ്ണം പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാരണം പ്രത്യാശയോടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ നിന്ന് തന്നെ ദൈവം പ്രവർത്തിക്കുകയും നമുക്ക് ഒരു മാറ്റം വരുത്തുവാൻ സാധിക്കുകയും ചെയ്യും. നാം ഈ നാളുകൾ തന്നെ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കാണുവാനും സാധിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും പ്രത്യാശയുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുമായിരിക്കാൻ ദൈവം നമ്മെ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉടയവനും പരിപാലകനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ശബത്ത് നാളിൽ കർത്താവെ അങ്ങയുടെ ആലയത്തിലേക്ക് വരാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അവിടെ നിന്ന് സഹായിച്ച വലിയ കൃപയോർത്ത് നന്ദി പറയുന്നപ്പ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സ്തുതിക്കുന്നപ്പ കർത്താവെ, സ്തോത്രം 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 കർത്താവെ, സ്തുതിക്കുന്നപ്പ. കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവെ ഞങ്ങൾക്കുള്ളവരെയും കർത്താവെ ഞങ്ങളുടെ സഭയിലെ എല്ലാവരെയും കർത്താവെ അങ്ങ് കാത്തു സൂക്ഷിച്ചതിനായി നന്ദി പറയുന്നപ്പ. കർത്താവെ വരാവുന്ന ആപത്തനർത്ഥങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നൊക്കെ കാത്തു സൂക്ഷിച്ചതിനായി നന്ദി പറയുന്നപ്പ. സ്തോത്രം 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 കർത്താവെ, സ്തുതിക്കുന്നപ്പ. ഈ ഒരാഴ്ചക്കാലവും കർത്താവെ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ അവിടുത്തെ ദൂതന്മാരെ കൊണ്ട് ഞങ്ങളെയും കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കർത്താവെ ഓരോരുത്തരെയും അവിടുന്ന് കാത്തുകൊള്ളുമാറാകണമേ കർത്താവെ. യേശുപ്പ സ്തോത്രം 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 കർത്താവെ. ഈ ശബത്ത് നാളിൽ കർത്താവെ അങ്ങയുടെ ആലയത്തിലേക്ക് കടന്നു വന്ന ഓരോരുത്തരെയും കർത്താവെ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. സ്തോത്രം 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 കർത്താവെ. ഈ ദിവസം ഈ ആഴ്ചക്കാലം കർത്താവെ ഓരോരുത്തർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കാനുള്ള കൃപ നൽകണമേ കർത്താവെ. സ്തോത്രം 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 കർത്താവെ, സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവെ. ഞങ്ങളുടെ സഭയിൽ കർത്താവെ ഈ രോഗികളായി കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ അവിടുത്തെ ആണിപ്പഴുതാർന്ന കരം ഓരോരുത്തരെയും സ്പർശിച്ച് കർത്താവെ അവിടുന്ന് വിടുതൽ അയക്കണമേ കർത്താവെ. കർത്താവെ പലവിധ വിഷമങ്ങളാലും വേദനകളാലും കടന്നു വന്നവരുണ്ട് കർത്താവെ. അവരെയും കർത്താവെ അവിടുന്ന് തൊടുമാറാകണമേ കർത്താവെ. കടന്നു വന്നതുപോലെയല്ല കർത്താവെ, ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ചുമന്നുകൊണ്ട് പോകാനുള്ള കൃപ നൽകണമേ കർത്താവെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. കടപ്പാരങ്ങളായി കടന്നു വന്നവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ ഓരോരുത്തരെയും കർത്താവെ അവിടുത്തെ മഹിമാധാനത്തിനൊത്തവണ്ണം കർത്താവെ അവിടുന്ന് മാനിക്കുമാറാകണമേ കർത്താവെ. സ്തോത്രം 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 കർത്താവെ, സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ കർത്താവെ. ഇന്നത്തെ വർഷിപ്പിനെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സ്തുതിക്കുന്നപ്പ. കർത്താവെ സങ്കീർത്തന പ്രബോധനത്തിന്മേൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ കർത്താവെ സ്തുതിക്കുന്നപ്പ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്നത്തെ വചനം ശുശ്രൂഷയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ വചനം എഴുതിയ ആത്മാവിനാൽ തന്നെ കർത്താവെ അത് പ്രസംഗിക്കാനും കർത്താവെ അതേ ആത്മാവിനാൽ തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ശ്രവിക്കാനുമുള്ള കൃപ അവിടെ നിന്ന് നൽകണമേ കർത്താവെ. സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവെ. വചനം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവെ അവിടുത്തെ വചനത്താൽ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ കർത്താവെ. വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ സഭയിൽ അവിടുന്ന് വെളിപ്പെടുത്തുമാറാകണമേ കർത്താവെ. വചനത്തിൻ്റെ ശക്തി അവിടുത്തെ ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവെ
കർത്താവെ വെളിപ്പെടുത്തുമാറാകണമേ കർത്താവെ. യേശുപ്പാ സ്തോത്രം 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 കർത്താവെ. ഞങ്ങളുടെ സഭയിലെ ഓരോരുത്തരെയും കർത്താവെ അവിടുന്ന് വചനത്തിൻ്റെ ശക്തിയാൽ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ കർത്താവെ. യേശുപ്പാ മാനസാന്തരപ്പെടുത്തണമേ കർത്താവെ. ഓരോരുത്തരുടെ മേലും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാനുള്ള കൃപ അവിടുന്ന് നൽകണമേ കർത്താവെ. ഞങ്ങളുടെ സഭയിലെ ഓരോരുത്തർക്കും കർത്താവെ അവിടുത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനുള്ള കൃപ നൽകണമേ കർത്താവെ. സ്തോത്രം 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 ചെയ്യുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ കർത്താവെ. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭയിലേക്ക് കർത്താവെ പുതിയ ആത്മാക്കളെ അവിടുന്ന് കൊണ്ടുവരുമാറാകണമേ കർത്താവെ. പുതിയ ആത്മാക്കളെ കൊണ്ടുവന്ന് കർത്താവെ അവരെ സഭയോട് ചേർത്ത് നിർത്തി കർത്താവെ അവരെ സ്നാനപ്പെടാനുള്ള മാനസാന്തരപ്പെടാനുള്ള കൃപകൾ അവിടുന്ന് നൽകണമേ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവെ. ഈ ഓലത്താന്നി ദേശത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവെ. സ്തോത്രം 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 കർത്താവെ. ഞങ്ങളുടെ സഭയുടെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള കർത്താവെ പ്രദേശത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവെ. ജനങ്ങളെ അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ കർത്താവെ. സ്തോത്രം 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 കർത്താവെ. സ്തുതിക്കുന്നപ്പാ ഞങ്ങളുടെ സഭയിലെ സൺഡേ സ്കൂളിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവെ. സൺഡേ സ്കൂളിന് മേൽ ദൈവകൃപ ഇറങ്ങണമേ കർത്താവെ. ഓരോ കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. സൺഡേ സ്കൂൾ പഠിച്ചിറങ്ങുമ്പോൾ കർത്താവെ ഈ വചനപ്രകാരം കർത്താവെ കുഞ്ഞുങ്ങളെ ജീവിക്കാനുള്ള കൃപ നൽകണമേ കർത്താവെ. ഒരു മാതൃകയുള്ള ജീവിതം നയിക്കാൻ കർത്താവെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് ഒരുക്കുമാറാകണമേ കർത്താവെ. സ്തോത്രം 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 കർത്താവെ. ഞങ്ങളുടെ സഭയിലെ ഒരു യുവാക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ അവർ യാതൊരു തെറ്റുകളിലെ ഒന്നും കടന്നു പോകാതെ കർത്താവെ ക്രിസ്തുവിൽ ഉറച്ച് ജീവിക്കാനുള്ള കൃപ നൽകണമേ കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. സ്തുതിക്കുന്നപ്പാ കർത്താവെ. ഞങ്ങളുടെ സഭയായി നടത്തുന്ന മറ്റു മീറ്റിങ്ങുകൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മീറ്റിങ്ങുകളുടെ മേലും ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ കർത്താവെ. ഒരിക്കൽ കൂടി ഇപ്പോൾ സഭയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുടർന്ന് നടക്കുന്ന തിരുവത്താഴ ശുശ്രൂഷയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ അത് ഏറ്റവും വിശുദ്ധിയോടെ കർത്താവെ അതിലേക്ക് പങ്കുകൊള്ളാൻ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. അത് പങ്കെടുത്ത് കർത്താവെ അതിൽ നിന്ന് നിത്യജീവൻ അവകാശികളാക്കി മാറ്റണമേ കർത്താവെ. സ്തോത്രം 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 കർത്താവെ. വചന ശുശ്രൂഷ ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ക്രിസ്തു യേശു നിമിത്തം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് പ്രാർത്ഥന എന്ന പ്രശ്നമാണ്. പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൻ്റെ നട്ടെല്ലാണ്. എല്ലാവരും ഉറച്ചു പറ. ആത്മീയ ജീവിതത്തിൻ്റെ നട്ടെല്ലാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഇല്ലാത്ത ജീവിതം നട്ടെല്ലില്ലാത്ത ഒരു മനുഷ്യന് തുല്യമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നട്ടെല്ലില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നട്ടെല്ലിന് എന്തെങ്കിലും ക്ഷയം വച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ പ്രാർത്ഥനയില്ലാത്ത ക്രിസ്തീയ ജീവിതം, പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യൻ, ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കാതിരുന്നാൽ അവൻ്റെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കില്ല. അവൻ്റെ ജീവിതം നാൾക്ക് നാൾ തകർന്നുകൊണ്ടേയിരിക്കും. അവൻ്റെ കുടുംബജീവിതവും വ്യക്തിപരമായ ജീവിതവും കുഞ്ഞുങ്ങളുടെ ഭാവിയും എല്ലാം തകർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സാത്താന്യ സാന്നിധ്യങ്ങൾ അല്ലെങ്കിൽ ശത്രു ആദ്യം ചെയ്യുന്നത് ഒരുവൻ്റെ പ്രാർത്ഥനയെ തകർക്കുക എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ശത്രു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശത്രു നിങ്ങളെ തകർക്കണമെങ്കിൽ ആദ്യം അവൻ ചെയ്യുവാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ബന്ധങ്ങളെ തകർക്കും. ഭാര്യ-ഭർത്തൃ ബന്ധമായിരിക്കാം, കുടുംബവുമായി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായുള്ള ബന്ധമായിരിക്കാം. ഇതിനെല്ലാം തകർത്തിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്തോ സാമ്പത്തിക ജീവിതത്തിനകത്തോ ഭൗതിക ജീവിതത്തിനകത്തോ സാമ്പത്തിക പ്രോബ്ലങ്ങളോ കൊണ്ടിട്ട് നിങ്ങളെ നിരാശനാക്കിയ ശേഷം എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങളുടെ പ്രാർത്ഥനാ ലൈഫിനെ അവൻ നശിപ്പിച്ച് കളയും. നിങ്ങൾ തന്നെ തിരിച്ച് ദൈവസന്നിധി ചോദിക്കും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവും ഇല്ല, ഞാൻ ഇത്രത്തോളം ആരാധിച്ചൊരു ഗുണവുമില്ല, അതുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പഠിപ്പിക്കും. ഇത് ഏറ്റവും വലിയ ഡേഞ്ചറാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങനെ തോന്നുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അത്രയും പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇല്ല എങ്കിൽ, നിങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുവെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിലോ കുടുംബത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ ഉണ്ടാകുന്ന തകർച്ചകളിലോ വിഷമത്തിലോ ഭാരത്തിലോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, നിൻ്റെ ജീവിതത്തിനകത്ത് നീ തിരിച്ചു മടങ്ങി വരണം. ഹല്ലേലൂയ. പ്രാർത്ഥന ഇല്ലാതെ നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. പ്രാർത്ഥനയില്ലാതെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകില്ല. പ്രാർത്ഥനയില്ലാത്ത വ്യക്തിക്ക് വേലിയില്ലാത്ത ഒരു സ്ഥലം പോലെയാണ്. വേലിയില്ലാതിരുന്നതിൽ എന്ത് സംഭവിക്കും? ആർക്ക് വേണമെങ്കിൽ അതിനകത്ത് പ്രവേശിക്കാം,
എങ്ങനെ വേണമെങ്കിലും ആ വസ്തുവിനെ, ആ സ്ഥലത്തെ നശിപ്പിക്കാൻ പറ്റുന്നത് പോലെ ഒരുവന് പ്രാർത്ഥനയില്ലെങ്കിൽ അവനെ തകർക്കുവാൻ സാത്താൻ എളുപ്പമാണ്. ജോർജ് മുള്ളർ എന്ന് പറയുന്ന പ്രാർത്ഥനാ മനുഷ്യൻ പറഞ്ഞത്, പ്രാർത്ഥനയില്ലാത്ത ജീവിതം മേൽക്കൂരയില്ലാത്ത വീട് പോലെ എന്നാണ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനാ മനുഷ്യൻ ഇങ്ങനെ പറയാൻ കാരണം, ഒരു വീട് വച്ചു, മേൽക്കൂരയില്ല, നമുക്കതിനകത്ത് വാസം ചെയ്യാൻ പറ്റുമോ? മഴ വരുമ്പോൾ, മഞ്ഞ് വരുമ്പോൾ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുമ്പോൾ മേൽക്കൂരയില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുമോ? അതുപോലെയാണ് പ്രാർത്ഥനയില്ലാത്തവൻ്റെ ജീവിതം. നമ്മൾ ആരാധനയും പ്രാർത്ഥനയും വചനവും ഈ മൂന്നും ഒരുപോലെ കൊണ്ടുപോകുന്ന വ്യക്തിയെ ആത്മീക ജീവിതത്തിനകത്ത് വളരുകയുള്ളൂ, വർദ്ധിക്കുകയുള്ളൂ, വിശ്വാസ ജീവിതത്തിൽ നിൽക്കുകയുള്ളൂ, കർത്താവിൻ്റെ സന്നദ്ധിയിൽ, കർത്താവിൻ്റെ വീണ്ടും വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. കാരണം ഇത് മൂന്നും ഒരേ ത്രാസിൻ്റെ ഒരു അറ്റത്തിൽ വയ്ക്കുന്ന കട്ടകളെ പോലെയാണ്. ഇപ്പുറത്തെ സൈഡ് നിങ്ങളെ വയ്ക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡ് ഈ പ്രാർത്ഥന, ആരാധന, വചനം ഇതെല്ലാം ഒരേപോലെ നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിന് പോലെ തന്നെ എന്ത് ചെയ്യണം? ആരാധിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? വചനം വായിക്കണം, ധ്യാനിക്കണം. ഹല്ലേലൂയ. ഇത് മൂന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ചൂഷണം ചെയ്യുവാൻ, തകർക്കുവാൻ സാത്താന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയെങ്കിലും ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യം കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ സമയമില്ലെന്നായിരിക്കാം പറയുന്നത്, നിങ്ങളുടെ സാഹചര്യം ബുദ്ധിമുട്ടെന്നായിരിക്കാം പറയുന്നത്, നിങ്ങൾക്കത് കഴിയുന്നില്ലെന്നായിരിക്കാം പറയുന്നത്. ഇതൊന്നും ഇതിനകത്തൊരു ചാൻസ് അല്ല. ദൈവം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് ദൈവം കർത്താവ് നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ ഉള്ളം കൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവ മക്കൾ എന്ന സ്ഥാനപ്പേരിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഈ മൂന്ന് കാര്യവും ചെയ്തിരിക്കണം. സഭയ്ക്കകത്ത് നേരത്തെ കടന്നു വന്ന് ആരാധിക്കണം. ഭവനത്തിനകത്തിരുന്നും ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. പാട്ട് പാടി തന്നെ ആരാധിക്കണമെന്നില്ല കേട്ടോ. ആരാധന എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ആരാധിക്കാം. ദൈവപിതാവും നിങ്ങളും തമ്മിലുള്ള സ്വോത്ര യാഗമെന്ന അധരയാഗത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നന്ദി അർപ്പണത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ദൈവത്തെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആരാധിക്കാം. അത് ഏതു സ്ഥലത്തു നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വചനം നിങ്ങൾ അതേപോലെ ഗ്രഹിക്കണം, വചനം ധ്യാനിക്കണം, വചനത്തോട് നിങ്ങൾ സംസാരിക്കണം, ഇടപെടണം. ബൈബിൾ വായിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കുറേ പേര് കരമൊന്നും ഉയർത്തിയില്ലല്ലേ? ഈ വായിക്കുന്നവർ തന്നെ എത്ര അധ്യായം വെച്ചാണ് ഒരു ദിവസം വായിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ വായിക്കുന്നത് ഒരു പേജോ അല്ലെങ്കിൽ ഒരു വാക്കോ അങ്ങനെ വായിച്ച് നിർത്തരുത്. നിങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിലിരുന്ന് അധ്യായങ്ങൾ, അതായത് മത്തായി എഴുതിയ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷ ഭാഗമാണ് വായിക്കുന്നെങ്കിൽ 1 മുതൽ 5 വരെ അല്ലെങ്കിൽ 7 വരെ 10 വരെ ഒരു ദിവസം വായിക്കുമെന്ന് തീരുമാനമെടുത്ത് നിങ്ങൾ പൂർണ്ണമായും അത്രയും വായിക്കണം. വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് എന്താണോ സംസാരിക്കുന്നത് അവിടെ നിർത്തിയിട്ട് കർത്താവിനോട് ചോദിക്കണം, എന്തുകൊണ്ട് ഈ വചനം എന്നോടിങ്ങനെ ഇടപെട്ടു, എന്തുകൊണ്ട് ഈ വചനം എന്നോടിങ്ങനെ സംസാരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ധ്യാനിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ധ്യാനിക്കുമ്പോൾ വചനം നിന്നോട് ക്രിയ ചെയ്യും, വചനം നിന്നോട് സംസാരിച്ചു തുടങ്ങും. ചിലപ്പം ഇതിനകത്ത് വരുന്ന പ്രസംഗത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ നിന്നോട് അടുത്ത വചനങ്ങളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ദൈവ ശബ്ദത്തിലൂടെ ആയിരിക്കാം. നിന്നോട് എന്ത് ചെയ്യും? ഇടപെടും. അതെന്തുകൊണ്ട് നിന്നോടിങ്ങനെ സംസാരിച്ചു എന്ന് നിനക്ക് മനസ്സിലാകും. അത് അങ്ങനെ നീ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, നീ അങ്ങനെ ധ്യാനിച്ചെടുക്കുമ്പോൾ ആ ധ്യാനം നിൻ്റെ ഉള്ളിലേക്ക് വചനം ആകുന്ന ക്രിസ്തു ജനിക്കുവാനും ക്രിസ്തു നിൻ്റെ ഉള്ളിൽ നിന്ന് ജഡമെടുക്കുവാനും കാരണമായി തീരും. അങ്ങനെ നിന്നിൽ നിന്ന് ആത്മീയ ഫലങ്ങൾ പുറത്തു വരും. ദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ ശക്തമാണ് എന്ത്? വചനവായനയും. അതേപോലെ ശക്തമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ 3 കാര്യത്തിന് ഒരു കുറവും വരുത്തരുത്. ഹല്ലേലൂയ. നിങ്ങൾ എത്രത്തോളം ആരാധിക്കാൻ പറ്റുമോ അത്രത്തോളം ആരാധിക്കണം. ഞാൻ ഇതിനകത്ത് ഒരുപാട് തവണ ആരാധനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനി വീണ്ടും അത് പറയുന്നില്ല. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന സമയത്ത്, ഇവിടെ അല്ലെങ്കിൽ ആരാധന നടക്കുന്ന സമയത്ത് പലരും പലതും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം. ചിലപ്പോൾ നിങ്ങൾക്ക് പാട്ട് മനസ്സിലാവാത്തതായിരിക്കാം. പാട്ട് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ദൈവത്തിനൊരു സ്തോത്രം ചെയ്ത് നിന്നാൻ പറ്റൂലേ? ആരാധന എന്ന് പറഞ്ഞ സ്തോത്രം എന്ന് പറഞ്ഞ അധരയകത്തോളം നിങ്ങൾക്ക് നിൽക്കാം. അല്ല, നിങ്ങളിങ്ങനെ മൈൻഡ് ചെയ്യില്ല, നിങ്ങളിങ്ങനെ നിൽക്കൂ, ഇങ്ങനെ ഇരിക്കൂ, അല്ലെങ്കിൽ ഉറങ്ങും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരാധന പുറത്ത് വരില്ല. ദൈവം നടത്തിയ വിധങ്ങളെ നിങ്ങൾ സ്തുതിക്കണം. വാ തുറന്ന് എന്ത് ചെയ്യണം?
ദൈവത്തിന് സ്തോത്രമെന്ന അധരയാഗം നൽകണം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആരാധിച്ചും വചനം വായിച്ചും പ്രാർത്ഥിച്ചും കടന്നു വരുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു തലമുറയെ ശത്രുവായവന് തകർക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറയെ തകർക്കുവാൻ കഴിയില്ല, നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുവാൻ കഴിയില്ല, നിങ്ങളുടെ വ്യക്തിപരമായ ആത്മീക ഭൗതിക ജീവിതത്തെ തകർക്കുവാൻ ശത്രുവിന് കഴിയാതിരിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം വായിക്കുന്ന വ്യക്തിയായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നീ ചെയ്യുമ്പോൾ വചനത്തിലൂടെ നിന്നോട് ഇടപെടും. നിന്റെ കുറവുകളെ കർത്താവ് പറഞ്ഞു തരും. ആ കുറവുകളെ നീ മാറ്റി തുടങ്ങും. ആത്മീക ഫലങ്ങൾ നിന്നിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതാണ്. അതേപോലെ രണ്ട് രീതിയിൽ പ്രാർത്ഥിക്കാം. എന്തൊക്കെയാണ് രണ്ട് രീതിയിലുള്ള പ്രാർത്ഥന? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒന്ന് ആത്മാവിലുള്ള പ്രാർത്ഥനയും ഒന്ന് മാനുഷ്യമായ അല്ലെങ്കിൽ ഭൗതികമായുള്ള പ്രാർത്ഥനയും. ആത്മീകമായും ആത്മാവിലും പ്രാർത്ഥിക്കാം, ജഡത്തിലും പ്രാർത്ഥിക്കാം. ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അന്യഭാഷയാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന വാക്കിന് തന്നെ അർത്ഥം ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതാണ്. നീ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നീ യഥാർത്ഥത്തിൽ ദൈവത്തോട് സംസാരിക്കുന്നത് തന്നെയാണോ ഇന്ന് നീ നോക്കണം. നിൻ്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാകുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായി മാറ്റിയെടുക്കണം. നമ്മൾ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചതറിയാം. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുന്നു, ദൈവത്തിൻ്റെയോട് കുറേ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ തിരിച്ച് മടങ്ങിപ്പോരുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? തിരിച്ച് ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ദൈവം നിങ്ങളോട് സംസാരിക്കും, നിങ്ങളും ദൈവത്തോട് സംസാരിക്കണം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മണ്ണിനോടും കല്ലിനോടും മൃഗത്തോടും സൂര്യനോടും ചന്ദ്രനോടും ഒന്നുമല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആ ദൈവം മറുപടി നൽകും. നീ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ആ പിതാവായ ദൈവം നിന്നോട് സംസാരിക്കുന്നത് നിൻ്റെ ആത്മീക ചെവിയിൽ കേൾക്കുവാൻ തക്കവണ്ണം നീ അതിനു വേണ്ടി ഒരുങ്ങണം. നിൻ്റെ പ്രാർത്ഥനകൾ ഓരോ ദിവസവും നീ പ്രാർത്ഥിച്ചിട്ട് ആ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകാതെ വണ്ണം നീ അവിടെ ഇരുന്ന് കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറന്നിട്ട് കർത്താവിനോട് ചേർന്നിരുന്നാൽ ദൈവശബ്ദം നിനക്ക് കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയ പദ്ധതി നിൻ്റെ ജീവിതത്തിനകത്ത് എന്താണെന്നും ദൈവം എന്തിനാണ് നിന്നെ നിർത്തിയിരിക്കുന്നതെന്ന് ദൈവം നിന്നോട് സംസാരിക്കുകയും ആ ദൈവശക്തി വചനത്തിലൂടെ നിനക്ക് നൽകുകയും തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരിലൂടെ നിൻ്റെ മേൽ പകരുകയും ചെയ്യും. കാരണം നീ സംസാരിക്കുന്നത് ദൈവത്തോടാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സംസാരമാണ്. അത് ജഡത്തിൽ പ്രാർത്ഥിക്കാം. ജഡത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ വായു തുറന്ന് പ്രാർത്ഥിക്കുന്നതിനെയാണ് ജഡത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. നിൻ്റെ കുഞ്ഞിൻ്റെ വിഷയമായിരിക്കാം, നിൻ്റെ കുടുംബ വിഷയമായിരിക്കാം, നിൻ്റെ വ്യക്തിപരമായ വിഷയമായിരിക്കാം, നിൻ്റെ ഭവനവും നിൻ്റെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവുമായിരിക്കാം. എന്തു തന്നെയായാലും നിനക്ക് ജഡത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതേപോലെ രണ്ടാമത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ് ആത്മാവിൽ പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്? ആത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആത്മീക ഭാഷ നിനക്ക് നൽകണം. അന്യഭാഷ എന്ന് പറയുന്ന ഭാഷ നിൻ്റെ മേൽ വരുമ്പോൾ നീ പിതാവായ ദൈവത്തോട് സംസാരിക്കുന്നുവെന്ന് തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നീ പറയുന്ന ഭാഷ ചിലപ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ല എങ്കിലും ആ ഭാഷ ആരോട് സംസാരിക്കുന്നതാണ്? പിതാവായ ദൈവത്തോട് നീ സംസാരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സഭയ്ക്കകത്തും മീറ്റിങ്ങിൻ്റെ ഇടയിലുമെല്ലാം ചുമ്മാ അന്യഭാഷ പറയാവുന്നതിന് പകരം എന്ത് ചെയ്യണം? നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, നിങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണം? അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. നമ്മൾ ജഡത്തിൽ പ്രാർത്ഥിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഏറിയാൽ ഒരു 10, 20 അല്ലെങ്കിൽ 25 വിഷയം നമ്മുടെ ജീവിതത്തിനകത്ത് കാണും. ഈ 25 വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വീണ്ടും 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 അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അതിനകത്ത് പ്രാർത്ഥന ഉയരില്ല. വേറെ ദൈവ സാന്നിധ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ജഡത്തിലുള്ള പ്രാർത്ഥന ഏറ്റുലാസിൽ അങ്ങനെ പോകൂ. അതേസമയം ആത്മാവിലുള്ള പ്രാർത്ഥന എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിങ്ങളുടെ ആത്മീക തലങ്ങളെ വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് കിട്ടിയത് ഒരു വാക്കായിരിക്കും,
ആ വാക്കിനെ എന്ത് ചെയ്യണം? നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ ഭാഷയെ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങളുടെ പിതാവുമായി നിങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടിയ രഹസ്യ ഭാഷയാണ് അന്യഭാഷ. നീ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിൻ്റെ മനസ്സിനെ വിവേചിച്ചാൽ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ കർത്താവിനോട് ചോദിക്കുക, കർത്താവ് എന്താണ് ഞാൻ ഈ പറയുന്നത്, എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉറപ്പായും നിൻ്റെ ഉള്ളിൽ ഹൃദയത്തിനകത്ത് ചിന്തകളിലൂടെ ദൈവശബ്ദത്തിലൂടെ നീ സംസാരിച്ചത് എന്തെന്ന് കർത്താവ് വെളിപ്പെടുത്തി നൽകും. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവ് ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത്? നിൻ്റെ ഭാഷയിൽ നിനക്ക് കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഭാഷ മാറട്ടെ, അന്യഭാഷയുടെ ലെവലുകൾ മാറട്ടെ, ദൈവവുമായുള്ള ആരാധന മാറട്ടെ, ദൈവമുള്ള പ്രാർത്ഥന മാറട്ടെ, വചനം വായിക്കുന്ന ലെവല് മാറട്ടെ. അടുത്തൊരു തലമുറ അങ്ങനെ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിനകത്ത് വലുത് ദൈവം ചെയ്യുവാൻ ഇന്ന് രാത്രി ഈ പകൽക്കാലം നീ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. അതേപോലെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് പ്രാർത്ഥന. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവനെയാണ് കർത്താവ് പരസ്യമായി നിർത്തുന്നത്. നീ രഹസ്യമായി പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി കർത്താവ് പ്ലാറ്റ്ഫോമുകൾ ഒരുക്കും. മാന്യമായി മറ്റുള്ളവരുടെ മുന്നേ ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ നീ എന്ത് ചെയ്യണം? രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നീ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയാൽ ദൈവം നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്തു തരും. അതിനാവശ്യമായ അറ്റ്മോസ്ഫിയർ ഒരുക്കി തരും. അതിനാവശ്യമായ ശുശ്രൂഷ തലങ്ങൾ വെളിപ്പെടുത്തി തരും. അങ്ങനെ ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ശുശ്രൂഷ തലങ്ങൾ വർദ്ധിക്കും. അതേപോലെ അവരുടെ രഹസ്യ പ്രാർത്ഥനയെ കർത്താവ് മാനിക്കും. നീ ഒരു വലിയ വിഷയത്തിൻ്റെ മുന്നെയാണ്, ദൈവത്തെ അറിഞ്ഞ നീ ഒരു വലിയ വിഷയത്തിൻ്റെ മുന്നെയാണ്. ആ വിഷയം മറ്റുള്ളവർ അറിയുന്നതിന് മുന്നേ ദൈവം ക്ലിയർ ചെയ്യണമെങ്കിൽ നീ രഹസ്യത്തിലുള്ള പിതാവിൻ്റെ സന്നിധിയിൽ ചെന്നിരുന്ന് ആ രഹസ്യത്തിലുള്ള പിതാവിനോട് നിൻ്റെ അവസ്ഥകളെ തുറന്ന് പറയണം. ഹല്ലേലൂയ. നമ്മളെന്ത് ചെയ്യുമെന്നറിയാം? നമുക്കൊരു കഷ്ടം വരുമ്പോൾ, വിഷമം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ നമ്മൾ ദേശത്തിൽ നാട്ടുകാരോട് പറയും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ഏറ്റവും പറയുന്നത് ആരോടാണെന്ന് അറിയാമോ? ദൈവത്തെ അറിയാത്തവരോട്. നമ്മളെ കഷ്ടം ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ആരോടാണ്? ദൈവത്തെ അറിയാത്ത, ദൈവത്തിന് വേണ്ടി ജീവിക്കാത്ത വ്യക്തികളോടാണ്. അവർ അപ്പോഴും കേട്ടോണ്ടിരിക്കുക, അയ്യോ പാവം, അവളെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വ്യക്തി അല്ലെങ്കിൽ ആ സഹോദരൻ വേറൊരാളോട് പറയുമ്പോൾ എന്ത് പറയുമെന്നറിയാമോ? ഇവൾ ഞായറാഴ്ച തോറും ആരാധന, പ്രാർത്ഥന, വചനം അങ്ങനെ നടക്കുന്നു. എന്നിട്ട് അവളുടെ ജീവിതത്തിനകത്തും അവളുടെ കുഞ്ഞിൻ്റെ അകത്തും അവളുടെ ഭർത്താവിനും അവളുടെ വ്യക്തിപരമായ ജീവിതത്തിനും അവൻ്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ വിഷയങ്ങൾ പറയേണ്ടത് ആരോടാണ്? ദൈവത്തോടാണ്. ദൈവം ആരോടും ചെന്ന് പറയില്ല. നിങ്ങൾ അഭിഷിക്തൻ്റോട് ചിലപ്പം പറയുമായിരിക്കും, അദ്ദേഹത്തിൻ്റെ അധികാരത്തോടെ നിങ്ങൾ അതിനെ പൊട്ടിക്കുവാനുള്ള വ്യക്തികളോട് പറയുമായിരിക്കും. ഒരു വ്യക്തിയിലൂടെ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് യഹോവയുടെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് നമ്മുടെ മേൽ വീഴുമ്പോൾ ഉറപ്പായും വിശ്വസിക്കുക. അത്രയും പബ്ലിസിറ്റിയായി പറയുകയാണെങ്കിൽ അത് നീയാണ്, നിന്നിലൂടെ അത് നടക്കും. അടുത്ത ദിവസങ്ങളിൽ അത് കർത്താവ് ചെയ്യും. കർത്താവ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും പറയില്ല. കർത്താവ് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറില്ല. ഏറ്റെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉറപ്പായും അത് ആ ലൈഫിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ലൈഫിൽ ഇന്നലെ നടന്ന മീറ്റിങ്ങിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും വരും. ഹെവൻലി റെവല്യൂഷൻ ചർച്ചിനകത്ത് എല്ലാം സംഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കർത്താവേ എന്നോട് സംസാരിക്കേണ്ടത് എന്നോട് പറയണം. ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ എൻ്റെ അപ്പനിൽ നിന്ന് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. നിങ്ങളും പിതാവായ ദൈവം ഒരു ആത്മബന്ധമുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളങ്ങനെ ട്രൈ ചെയ്യണം. നിങ്ങളുടെ പപ്പ, ഈ ലോകത്തിലെ പപ്പ നിങ്ങളോട് പറയേണ്ടതിന് പകരം അപ്പുറത്തെ വീട്ടിലുള്ള ഒരു വ്യക്തിയോട് പറഞ്ഞ് മോനോട് പറയുമോ? എൻ്റെ പപ്പ അങ്ങനെയല്ലായിരുന്നു ഏട്ടാ. ദേഷ്യം വന്നാലും എന്ത് പറയാനുണ്ടെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി പറയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ സ്വർഗത്തിലെ പിതാവും എന്നോട് പറയാനുള്ളത് എന്നോട് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവാകുന്ന കർത്താവിന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരുന്നാൽ ഈ ദിവസങ്ങൾ ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങും. ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഒഴിഞ്ഞു മാറും. നിങ്ങളിന്ന് ഫേസ് ചെയ്യുന്ന പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെ സംഭവിക്കും. പക്ഷേ ദൈവം പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം കൂടെ നിന്നോട് കൂടെ ചലിക്കും.
ആ സാന്നിധ്യത്തിൽ നിൻ്റെ ഭാരങ്ങൾ മാറിപ്പോകുന്നത് നിനക്ക് കാണുവാൻ കഴിയും. നിൻ്റെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ ആ സംഭവം ഓപ്പണായി വരുന്നത് നിനക്ക് കാണുവാൻ കഴിയില്ല. ആ വിഷയം നിൻ്റെ കയ്യിൽ കിട്ടിക്കാണില്ല. മറ്റുള്ളവർ നിന്നെ നോക്കുമ്പോൾ നീ ഈ ഭാരത്തിലിരുന്ന നീ എന്തു ചെയ്യും? സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നത് കാണുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ആ ശബ്ദം കേൾക്കണം. ദൈവം നിന്നോട് സംസാരിച്ചാൽ 100% നീ വിശ്വസിക്കണം. ദൈവം നിന്നോട് ഇടപെട്ടാൽ നീ 100% വിശ്വസിക്കണം. ആ വിഷയത്തിൻ്റെ മേൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ കാര്യം നടന്നാലും കർത്താവ് പറഞ്ഞ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോവുകയില്ല. അത് നീക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുക. അതേപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് പ്രാർത്ഥന പഠിപ്പിക്കുവാനായി പറഞ്ഞു. എന്തിനാണ് പ്രാർത്ഥന പഠിപ്പിക്കുവാനായി പറഞ്ഞതെന്നറിയാമോ? കർത്താവ് രാത്രികാലങ്ങളിരുന്ന് പ്രാർത്ഥിക്കും, പകൽ ശുശ്രൂഷ ചെയ്യും. കർത്താവ് രഹസ്യത്തിൽ പ്രാർത്ഥിക്കും, പരസ്യമായി നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് ആര് കണ്ടിട്ടുണ്ട്? ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നീ ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായി പഠിപ്പിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവെ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് എവിടെയാണ് ഇരുന്നത്? ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതാണ്. അപ്പോൾ അവരുടെ മുന്നിൽ, അല്ലെങ്കിൽ അവർ എപ്പോഴും കാണുന്നത് കർത്താവ് ശുശ്രൂഷ തിരക്കിൽ മാത്രം നിൽക്കുന്ന വ്യക്തിയല്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തി കൂടെയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്ത് തിരക്കെന്ന് പറഞ്ഞാലും നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് ചെയ്തതുപോലെ കർത്താവിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന സമയം 3.5 വർഷക്കാലമാണ്. എത്ര വർഷം? തൻ്റെ ഇഹലോകവാസത്തിനകത്ത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, തൻ്റെ യഥാർത്ഥ പർപ്പസ് ഇതിനകത്ത് വെളിപ്പെടുവാൻ, ഈ ലോകത്ത് വെളിപ്പെടുവാൻ പിതാവ് ദൈവമാക്കി വെച്ച വർഷം എത്രയാണ്? 3.5 വർഷമാണ്. ഈ 3.5 വർഷത്തിനകത്ത് താൻ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. തനിക്ക് പോകേണ്ട സ്ഥലങ്ങളെല്ലാം പോയി. പക്ഷേ പ്രാർത്ഥന കുറച്ചില്ല. നമുക്ക് തിരക്ക് കൂടുമ്പോൾ നമ്മൾ കുറയ്ക്കുന്ന സംഭവം എന്താണ്? അല്ലേ? ഉറക്കം കുറയ്ക്കും ആരെങ്കിലും? ഇല്ല. നമ്മൾ പക്ഷെ പ്രാർത്ഥന കുറയ്ക്കും. വചനം വായിക്കുന്നത് കുറയ്ക്കും. ആരാധനയ്ക്ക് വരുന്ന സമയം കുറയ്ക്കും. പക്ഷെ ദൈവം കർത്താവ് ചെയ്ത എന്തെന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് സമയം കുറച്ചില്ല. അത് കണ്ട് പഠിച്ച ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ, ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള ആ പ്രാർത്ഥന കർത്താവ് ചൊല്ലി പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ നാളിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. വീണ്ടും അത് വിവരിക്കുന്നില്ല. അപ്പോൾ സ്വർഗത്തിലെ പിതാവ് ഈ ലോകത്തിൽ നമ്മളിലൂടെ മഹത്വപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ അകത്ത് എല്ലാ അർത്ഥങ്ങളുമുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാം. അപ്പോൾ അതിനകത്ത് കർത്താവിൻ്റെ പ്രാർത്ഥന കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി, കർത്താവ് അത്ഭുതം ചെയ്യുന്നത്, അടയാളം ചെയ്യുന്നത് വെറുതെ നിന്നിട്ടല്ല, പിതാവിൽ നിന്ന് രഹസ്യത്തിൽ പ്രാപിച്ച് പരസ്യമായി നിൽക്കുന്നവനാണ് കർത്താവ്. ആ കർത്താവിനെ പോലെ ഞങ്ങൾക്കും ആകണമെങ്കിൽ ഞങ്ങളും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിന്നതുപോലെ നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ പരസ്യമായി കർത്താവ് ഈ നാളുകൾ നിങ്ങളെ നിർത്തും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് ശത്രു ഇട്ടിരിക്കുന്ന മതിൽക്കെട്ടുകളെ പൊളിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. തകർച്ചകളെ പൊളിക്കുവാൻ, ശത്രു ഇട്ടിരിക്കുന്ന തകർച്ചകളെ പൊളിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രാർത്ഥന കുടുംബജീവിതത്തിനകത്ത് കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാത്ത ഭവനങ്ങൾ തകരപ്പെടും. ഇനി കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭർത്താവ് താമസിച്ചാണ് വരുന്നത്, ഭാര്യയും അല്ലെങ്കിൽ നിങ്ങൾ കുടുംബവും ജീവിത പങ്കാളിയും കുഞ്ഞുമുണ്ട്, അവർക്കും പ്രാർത്ഥിക്കാം. വൈകുന്നേരം ഇരുന്ന് ഭർത്താവ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കണ്ട, വാ തുറന്ന് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈകുന്നേരം അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് നിങ്ങളൊരു പ്രാർത്ഥനാ ഭവനത്തിനകത്ത് വെക്കണം. വാ തുറന്നിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ചെവി കേൾക്കേ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനാ അന്തരീക്ഷം ആ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കണം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയുന്നു. പക്ഷേ ഇതിനകത്ത് പറയുന്നത് രഹസ്യത്തിലുള്ള പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം
അതിൻ്റെ 6-ാം വാക്യം പറയുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു നീ വാ തുറന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നു രഹസ്യത്തിലുള്ള പിതാവിനോട് എന്ത് ചെയ്യണം? രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്ത് തൊടണമെന്നുള്ള സമയങ്ങൾ എവിടെയെങ്കിലും കാണുമായിരിക്കും, ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകും. അപ്പോൾ രഹസ്യത്തിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവും നിങ്ങളുമായിട്ടുള്ള മാത്രം ഒരു ബന്ധം വരണമെങ്കിൽ അടയ്ക്കണം. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ ഇതിനെയും കൊണ്ട് പ്രാർത്ഥനാ സ്ഥലത്ത് പോകരുത്. ഹല്ലേലൂയ. നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നത് തന്നെ ഒരു ലോഡ് കണക്കിന് പ്രശ്നം വരുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. ടാറസും പിടിച്ചാണ് പോകുന്നത്. രഹസ്യത്തിലുള്ള പ്രാർത്ഥിക്കാൻ പറഞ്ഞ പിതാവിൻ്റെ അടുക്കൽ നമ്മൾ പോകണമെന്തിനാണ്? അവിടെ ചെന്ന് അങ്ങോട്ട് ഒരു ഇരിപ്പുണ്ട്, മുട്ടുമേലിരിക്കുമോ കസേരയിലിരിക്കുക എങ്ങനെ ഇരിക്കുമോ, നീ നടന്ന് പ്രാർത്ഥിക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷെ അവിടെ ചെന്ന് എന്നുകൊണ്ട് അങ്ങ് പെറുപ്പെറുപ്പാണ്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ നമ്മളെ പ്രാർത്ഥന? സങ്കടം വരുമ്പോഴല്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്? വിഷമം വരുമ്പോഴല്ലേ പ്രാർത്ഥിക്കാൻ പോകുന്നത്? സന്തോഷം വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ നിങ്ങൾ മറ്റുള്ള എല്ലാ അവസ്ഥകളും മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്യണം? പോകണം. അവിടെ ചെന്നിരുന്ന് നിങ്ങളുടെ അവസ്ഥകളെ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ എല്ലാ അവസ്ഥയും നിങ്ങളുടെ ഇഹലോക ജീവിതത്തിനോട് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച്, പ്രത്യേകിച്ച് ഈ സാധനമെങ്കിലും ഓഫ് ചെയ്ത് വെക്കണം. ഏറ്റവും കുറഞ്ഞത് നമ്മളെന്ത് ചെയ്യുന്ന ഇതും കൂടെ കൊണ്ടുപോകും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഇതാരും മെസ്സേജ് അയച്ചത് ഇപ്പം അയച്ചതല്ല കേട്ടോ, നമ്മൾ പ്രാർത്ഥന പറഞ്ഞതാണ്. ഹല്ലേലൂയ. പിന്നെ ടൈം പോണ അറിയില്ല എന്ന് പറഞ്ഞാൽ റീൽസ് അങ്ങോട്ടോട് തുടങ്ങി. പിന്നെ ഇങ്ങനെ കറക്കമാണ്. നമ്മളെവിടെയാണ് ഇരിക്കുന്നത്? നീ നടന്നു പോയപ്പം കർത്താവ് നോക്കി പോ, എൻ്റെ മോൾ അതാ പോകുന്നു, എൻ്റെ മോൻ അതാ പോകുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാണാനൊന്നുമില്ല, സൈലൻ്റാണ്. നോക്കിയപ്പോൾ ഇവിടെ വലിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കണം? രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. ഇനി മത്തായി എഴുതിയ സുവിശേഷം തന്നെ 6-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു. നമ്മളിപ്പം വായിച്ച അധ്യായം തന്നെ അതിൻ്റെ 7-ാം വാക്യം പറയുന്നു, പ്രാർത്ഥനയെ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ഈ ജാതികളെന്ന് പറഞ്ഞാൽ നമ്മളും ജാതിയന്മാരാണ് കേട്ടോ. നമ്മൾ കർത്താവായ ക്രിസ്തു യേശുവിനോടൊപ്പം ചേർന്നത് കൊണ്ടാണ് പുതിയ നിയമ ഇസ്രായേലായി മാറിയത്. അല്ലാതെ നമ്മളും ജാതിയന്മാരാണ്. ഈ ജാതീയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കർത്താവിന് ഇഷ്ടമല്ല. ജൽപ്പനം ചെയ്യുന്ന പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജൽപ്പനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ പ്രാവശ്യം ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ പാരമ്പര്യ സഭകളിലൊക്കെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. അപ്പം ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. കൊലോസ്യർക്ക് ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഒരു പ്രാർത്ഥനാ വിഷയം ദൈവസേനയിൽ കൊടുത്താൽ അതിന് മറുപടിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസേനയിൽ കൊടുക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവോളം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടം വരരുത്. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആ പ്രാർത്ഥന നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു സമാധാനം ഉണ്ടാകുകയാണെങ്കിൽ ദൈവം ആ പ്രാർത്ഥന ഏറ്റെടുത്തെന്ന് മനസ്സിലാക്കുക. എന്നാലും ജാഗരിക്കുക, ഉറ്റിരിക്കുക. അങ്ങനെ കൊലോസ്യർക്ക് ലേഖനത്തിന് അതുപോലെ പ്രാർത്ഥന ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ ജാഗരിപ്പിൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥനാ വിഷയം കർത്താവിൻ്റെ കരത്തിൽ കൊടുക്കുക. അത് ലഭിച്ചതിനായി സ്തോത്രം പറയുക. നിങ്ങളുടെ മുന്നേ അത് വെളിപ്പെട്ടോ, കിട്ടിയോ? ഇല്ല. പക്ഷെ ലഭിച്ചതായി കണ്ട് സ്തോത്രം ചെയ്യണം. അതേപോലെ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യത്തിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാർത്ഥന ഒരുപാട് രീതിയിൽ പ്രാർത്ഥിക്കാം. 1-2 കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുള്ള പ്രാർത്ഥന. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ കഴിയുന്നതും പ്രാർത്ഥിക്കുക. സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അഭിഷിക്തനാകുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിലുപരിയായി വ്യക്തിപരമായ പ്രാർത്ഥന നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നിങ്ങളുടെ കുറവുകളെ കർത്താവിൻ്റെ സന്നദ്ധയിൽ കൊടുത്തതിന് ശേഷം വ്യക്തിപരമായി കുറവുകളെ കർത്താവിൻ്റെ കരത്തിൽ കൊടുത്തതിന് ശേഷം വ്യക്തിപരമായി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇനി ആത്മീക ജീവിതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആത്മീക ജീവിതം നിലനിന്ന് പോകുവാനും നിങ്ങളുടെ ആത്മീക ജീവിതം വളരുവാനും ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക ജീവിതത്തിനേക്കാൾ അടുത്ത പടിയിലേക്ക് നിങ്ങൾ കയറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ദേശത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാനും അത് നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം. ദേശം വെടിവെക്കപ്പെടുവാൻ, ദേശത്തിനകത്തായിരിക്കുന്ന വ്യക്തികൾ വെടിവെക്കപ്പെടുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അവർ പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് അവർ കടന്നു വരുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഒരു ദിവസത്തെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് വരേണ്ട വിഷയങ്ങളാണ് കേട്ടോ. ഇനി സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മന്ത്രിമാർക്ക് വേണ്ടി, ദേശത്തിലെ പഞ്ചായത്ത് മെമ്പറിന് വേണ്ടി, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരൊക്കെ പറയുന്നു, ദൈവദാസനെ ഞങ്ങളുടെ വിഷയം തന്നെ പ്രാർത്ഥിച്ച് തീരുന്നില്ല, അതിൻ്റെ ഇടയിലാണ് ഇതെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം സമയം കണ്ടെത്തണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക. ഇനി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മാത്രമല്ല, ഉപവസിച്ചും പ്രാർത്ഥിക്കാം. ഉപവാസം എന്ന് പറഞ്ഞാൽ വയറിനെ ഒഴിഞ്ഞിടുക എന്നതാണ് അർത്ഥം. ഭക്ഷണം കഴിക്കാതെ നിങ്ങൾക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിക്കാം, 2 നേരം ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിക്കാം, രാത്രി മാത്രം ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിക്കാം. ഇനി 3 ദിവസം തുടർച്ചയായി പ്രാർത്ഥിക്കാം. 7 ദിവസം പ്രാർത്ഥിച്ചവരുണ്ട്, 14 ദിവസം പ്രാർത്ഥിച്ചവരുണ്ട്, 40 ദിവസം പ്രാർത്ഥിച്ച കർത്താവും നമ്മുടെ മുന്നേ ഉണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഒരു വിഷയം ലഭിക്കുവാൻ വേണ്ടി, അത് ഭൗതിക വിഷയത്തെക്കാളും ആത്മീക വർധനവിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭൗതിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഒരു വിഷയം നടക്കുന്നില്ല, നിങ്ങൾക്ക് ഉപവാസമെടുത്ത് എന്ത് ചെയ്യാം? ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴായാലും മറ്റേ പ്രാർത്ഥനയായാലും ജഡത്തിലുള്ള പ്രാർത്ഥനയായാലും ആത്മീക പ്രാർത്ഥനയായാലും നിങ്ങളുടെ ഭൗതിക ജീവിതത്തിനകത്തുള്ള എല്ലാ കാര്യത്തിൽ നിന്നും മാറിയിരിക്കുവാൻ ശ്രമിക്കണം. എനിക്കറിയാവുന്ന അഭിഷിക്തന്മാരുണ്ട്, അവർ മൊബൈലും അവരുടെ ഇതെല്ലാം അവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് കുടുംബത്തോട് പറഞ്ഞതിന് ശേഷം 5, 7, 10 ദിവസം പല റിസോർട്ടുകളിലോ അല്ലെങ്കിൽ പല മലകളുടെ മുകളിലൊക്കെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ എനിക്കറിയാം. ഒരു വർഷം ഫുള്ളായി തീയായി നിൽക്കുവാൻ അവർ ഒരു വർഷത്തിൽ ഏതെങ്കിലും തുടക്കത്തിലോ അവസാനത്തിലോ അവർ ചെന്നിരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചരിത്രം എനിക്കറിയാം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് മാനിച്ച് സ്റ്റേജുകൾ നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം നിങ്ങൾക്കും അങ്ങനെ സമയം തരികയാണെങ്കിൽ, എനിക്ക് സമയം തരാൻ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ എല്ലാ ചാൻസും, അതായത് നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മളെവിടെയാണെന്ന് കുടുംബത്തിന് പോലും അറിയില്ല, ആ രീതിയിൽ മാറിയിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം മോൻ പറയും, അടുത്ത ഭാര്യ പറയും, അടുത്ത മക്കൾ പറയും, ഞങ്ങളും കൂടെ വരണമെന്ന്. ഇത് പ്രാർത്ഥനയെക്കാളും ഇട്ടോ ടൂറോ ഇട്ട് മാറാനാണ് ചാൻസ്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഹല്ലേലൂയ. ഇനി വിവിധ തരം പ്രാർത്ഥനകളുണ്ട്. അത് വചനത്തിലൂടെ നമുക്ക് 1-2 നോക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഏതൊക്കെ സമയം പ്രാർത്ഥിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നില്ല. പഴയ നിയമത്തിൽ പകൽ, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്ന് പറയുന്ന സമയമുണ്ടായിരുന്നു. ദാനിയേലൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചതായി തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ പുതിയ നിയമം വരുമ്പോൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്ത് ജോലിയിലായിരുന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ എവിടെ ആയിരുന്നാലും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കും? ഹൃദയത്തിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുണ്ടുകളിൽ അന്യഭാഷയോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കിച്ചണിലാണ്, എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. കുളിമുറിയിലാണ്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ബെഡ്റൂമിൽ കിടക്കുവാനായി പോവുകയാണ്, ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റൂല, കിടക്കുവാനായി പോവുകയാണ്, പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എവിടെയായിരുന്നാലും, വാഹനത്തിലാണ്, പ്രാർത്ഥിക്കാം. ഞാൻ നന്നായിട്ട് വോളിയം കൂട്ടി പ്രാർത്ഥിക്കും കേട്ടോ വാഹനത്തിലൊക്കെ പോകുമ്പോൾ. വേറെ ആരും നമ്മളെ ശല്യപ്പെടുത്താനില്ലല്ലോ, മൊബൈലും ഇല്ല. മൊബൈൽ കോൾ വരികയാണെങ്കിൽ ഞാൻ വണ്ടിയിൽ വെച്ച് എടുക്കില്ല. നമ്മളെ ആൾക്കാരുണ്ട്, ഇതിനകത്തും ആൾക്കാർ കാണുമായിരിക്കും, ഇതിനെ എടുക്കും, ഇതിനകത്തൊരു ചുരുവൊക്കെ കാണും, പിന്നെ ഇങ്ങനെ ഇരിക്കും കഴുത്ത്. ആ പരിപാടി എനിക്കില്ല. ഞാൻ വണ്ടി ഒതുക്കി നിർത്തിയിട്ടേ എടുക്കൂ. എത്ര അർജൻറ്റ് ഉണ്ടെങ്കിലും ഇനി 10-15 മിനിറ്റ് ആയാലും സംസാരിച്ചേ പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ കാരണം ബാക്കിൽ നിന്ന് പറഞ്ഞാൽ കുടുംബം നശിക്കാതിരിക്കാൻ.
ഞാൻ രക്ഷപ്പെട്ട് അങ്ങ് പോവും. എൻ്റെ ചെവിയിൽ ഈ സാധനം ഇരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പോൾ ഉള്ളൊരു സംഭവമുണ്ട്, വള്ളിക്കെട്ടുണ്ടല്ലേ, ഇതെടുത്തിട്ട് എൻ്റെ ചെവിയിൽ വെച്ചിട്ട് അങ്ങോട്ട് പോകണതാണ്. എന്താണ് സംസാരിക്കാനുള്ളതെന്ന് അറിഞ്ഞൂടെ, പറ ഇത് മാത്രമേ കാണൂ. അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇരുന്ന് ഇത് കൊടുക്കുകയാണ്, എവിടെ എൻ്റെ റഡാറിന് കൊടുക്കും പോലെ, വിമാനത്തിന് കൊടുക്കും പോലെ സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരെ പോയിക്കോളൂ, ഇടത്തോട്ട് തിരിഞ്ഞോളൂ. എന്നിട്ട് നമ്മളൊരു കാര്യം പറയും, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് പാസ്റ്ററെ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഹെഡ്സെറ്റിന് ഒരു കുഴപ്പമില്ല, നമ്മളെ തലയ്ക്കല്ലേ കുഴപ്പമുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെങ്കിലും ശ്രദ്ധിക്കുക, വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ഉപയോഗിക്കുക. അതേപോലെ മൊബൈൽ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുകയോ സൈലൻറ്റ് വയ്ക്കുകയോ, അത്രയ്ക്ക് അർജൻറ്റ് കാര്യങ്ങളുണ്ടാ. അപ്പോൾ ഇടവിടാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഇടവിടാതെ പ്രാർത്ഥിച്ചു നോക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരേണ്ട പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇനി രണ്ടാമത് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന സഭയുടെ അകത്ത് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയല്ല. ഇയ്യോബ് 42:10 ഒന്ന് വായിക്കുമോ ആരെങ്കിലും? ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് പ്രാർത്ഥിച്ചു. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. മറ്റു വ്യക്തികൾക്ക് നന്മ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന തിരുവചനത്തിനകത്ത് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥനയായി മാറരുത്, മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് മാറണം. ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വ്യക്തിക്ക് അത് കിട്ടണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിയായി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ ദൈവത്തിൻ്റെ ഹിതമല്ല, ദൈവത്തിന് വേണ്ടി അങ്ങനെ നിൽക്കുന്നതല്ല, ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത പ്രാർത്ഥനയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അത് ദോഷം ചെയ്യും. അതേസമയം മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 3, അധികാരത്തോടെയുള്ള പ്രാർത്ഥന. നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന അധികാരവും ശക്തിയും തിരിച്ചറിവ് വരുത്തുവാൻ പ്രാർത്ഥിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യാചനാസ്വരം മാറ്റണം, കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരണം. ദൈവം നമ്മുടെ നാവിലാക്കിയിരിക്കുന്ന അധികാരത്തെ പ്രയോഗിക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ മല മാറിപ്പോകാൻ കൽപ്പിച്ചാൽ അത് കടലിൽ ചാടിപ്പോകുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. നിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന വലിയ മലയല്ല പറയുന്നത്, നിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മലയാകുന്ന വിഷയങ്ങൾ നിൻ്റെ കൽപ്പനയിൽ നീങ്ങിപ്പോകും. ഹല്ലേലൂയ. നീ യാചിക്കുന്നത് നിർത്തണം. കർത്താവേ, എൻ്റെ മകനെ വിടുവിക്കണം, എൻ്റെ കുടുംബത്തെ വിടുവിക്കണം, എൻ്റെ ദാരിദ്ര്യത്തെ മാറ്റണം, എൻ്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നതിനേക്കാൾ നീ അധികാരത്തോടെ പ്രാർത്ഥിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്കൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധിമണ്ഡലം വളരട്ടെ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ കുടുംബജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീ കൽപ്പനയോടെ പ്രാർത്ഥിക്കണം. അത് അധികാരവും അഭിഷേകമുള്ള വ്യക്തികൾക്ക് അങ്ങനെ ധൈര്യമായി പ്രാർത്ഥിക്കാം. ഇനി അടുത്ത പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തിനകത്ത് മറ്റൊന്ന് കാണാനുള്ളത് യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കി നമുക്ക് പ്രാർത്ഥിച്ച് തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് കടക്കാം. യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവ് എന്നും കർത്താവിന് ശീലമുണ്ടായിരുന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷം 1:35 ആ ശീലത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മാർക്കോസ് എഴുതിയ സുവിശേഷം 1 അതിൻ്റെ 35 മതി. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇരുട്ടോടെ അധികാലത്ത്, അതായത് നല്ല ഇരുട്ടുണ്ടായിരുന്ന സമയത്ത്, ഒരു 5 മണി സമയമോ 4:30 മണി സമയമോ ആയിരിക്കും. ദൈവം നിനക്ക് എവിടെയെങ്കിലും ഒരു നിർജ്ജന സ്ഥലം വേണം. നിർജ്ജന സ്ഥലം എന്ന് പറഞ്ഞാൽ മറ്റു ഒരു ബന്ധങ്ങളുമില്ലാത്ത, മറ്റു കാര്യാദികളൊന്നും നിനക്ക് ഇടപെടാനില്ലാത്തൊരു സ്ഥലം. അതിന് ഏറ്റവും പറ്റിയ സമയമാണ് ഇപ്പോൾ രാവിലെ ഒരു 3:30-4 മണി അല്ലെങ്കിൽ 5 മണി സമയമൊക്കെ ചെന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് നീ പ്രാർത്ഥിക്കണം. അങ്ങനെ കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. സങ്കീർത്തനങ്ങൾ 63:1 പറയുന്നു, മതി. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. നമ്മൾ അധികാലത്ത് എന്താണ് ചെയ്യണമെന്ന് കൂടെ ആലോചിക്കണം കേട്ടോ. അധികാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ അന്വേഷിക്കണം. പർവ്വജാതികളൊക്കെ നോക്കിയാൽ അറിയാം, അവർ രാവിലെ എന്ത് ചെയ്യും? ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. നമ്മൾ ആ സമയത്ത് 24 മണിക്കൂർ നമ്മളെ കാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ സുഖ ഉറക്കമാണ്. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ എന്താണ് പറയുന്നത്? സമയം ഇല്ല. നമ്മൾ എഴുന്നേൽക്കുന്നത്
8 മണിക്ക് ജോലിക്ക് പോകേണ്ട നമ്മൾ എഴുന്നേക്കണ 7 മണിക്ക്. സമയമുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. അല്ല, നമ്മുടെ 24 മണിക്കൂർ നമുക്ക് കിട്ടാത്തത് കൊണ്ടല്ല. ദൈവത്തോട് ചേർന്നിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഇനി സ്ഥലം. മത്തായി എഴുതിയ സുവിശേഷം, ഇപ്പം നമ്മൾ മാർക്കോസ് എഴുതിയ സുവിശേഷം കയറുന്ന നിർജ്ജന സ്ഥലമായിരിക്കണം. അതായത് ദൈവമായി, പിതാവുമായി ബന്ധപ്പെടുവാൻ പറ്റിയ സ്ഥലമായിരിക്കണം. എനിക്ക് തോന്നിയിട്ടുള്ള സ്ഥലം നമ്മളെ ടെറസ് വീടാണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ച നല്ലൊരു അനുഭവമായിരിക്കും. ആരും എന്താ പറയുക, നമുക്കിപ്പം താഴത്തെ നിലയുണ്ട്, മുകളത്തെ നിലയുണ്ടെങ്കിൽ, മുകളത്തെ നിലയാണെങ്കിൽ താഴെ എല്ലാവരും കൂടെ ബഹളങ്ങളൊക്കെ ആയിരിക്കും. മുകളിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞിരിക്കാൻ പറ്റുന്ന സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുക്കണം. ആ സ്ഥലത്ത് പക്ഷേ ഈ സാധനത്തിനെ കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. ഈ സാധനം ഉണ്ടെങ്കിൽ ഏത് നിർജ്ജന പ്രദേശത്തിരുന്നാലും പ്രശ്നമാണ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നിർജ്ജന പ്രദേശം കണ്ടെത്തണം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 23 വരെ. അതുകൊണ്ട് തന്നെ കർത്താവ് ഇന്ന സ്ഥലത്തുണ്ടെന്ന് യൂദയ്ക്ക് നന്നായി അറിയാമായിരുന്നു. എന്തെന്നറിയാമോ? എന്നും ആ സമയത്ത് കർത്താവ് അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. നിർബന്ധമായി എന്നും പോകുന്ന സ്ഥലത്താണ് ആര് കൊണ്ടുപോയ? കൂടെ ഉണ്ടായിരുന്ന യൂദ മറ്റുള്ള വ്യക്തികളെ കൊണ്ടുപോയി. കർത്താവിനെ ഒറ്റ കൊടുത്ത യൂദ മറ്റുള്ള വ്യക്തികളെ കൊണ്ടുപോയി കർത്താവിനെ പിടിച്ചത് അവിടെ വച്ചാണ്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നിടയിൽ ശിഷ്യന്മാർ പടയിൽ കയറി തനിക്ക് മുന്നായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ അവൻ ഏകനായി അവിടെ ഇരുന്നു. കണ്ട, പ്രാർത്ഥനയ്ക്ക് ശിഷ്യന്മാരുണ്ട്, ഒരുപാട് പുരുഷാരങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഏകനായി ചെന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്നു. അതേപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു പ്രാർത്ഥനാ റൂം വേണമെന്നില്ല കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളായിരിക്കും ഒരു പ്രാർത്ഥനാ റൂം വേണമെന്ന്. എനിക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു കസേരയുണ്ട്. എപ്പോഴും ഞാൻ കസേരയിലിരിക്കും. ഒരു സ്ഥലമുണ്ട്. ഞാൻ അങ്ങനെ ഇരുന്നിരുന്ന് ശീലമായതാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ സ്ഥലം വേണമെന്നൊക്കെ അറിയാവുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്നിരുന്ന് സ്ഥിരമായി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നത്. ദൈവം നമ്മോട് കൂടെ സംസാരിക്കും. ഒരു സ്ഥലം കണ്ടെത്തണം. അത് മറ്റ് ബന്ധങ്ങളോ മറ്റ് തടസ്സങ്ങളോ ഇല്ലാത്ത സ്ഥലമാകട്ടെ. അതിനൊരു പ്രാർത്ഥനാ റൂം തന്നെ വേണമെന്നില്ല. പ്രാർത്ഥനാ റൂമുള്ളവർക്കായി സ്തോത്രം. ഇനി 3, ദീർഘമായ പ്രാർത്ഥന യേശുവിനുണ്ടായിരുന്നു. ഇത് യേശുവിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. അവൻ കർത്താവ് രാത്രികാലം മുഴുവൻ പ്രാർത്ഥിച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയുന്നു, രാത്രികാലം മുഴുവൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ശേഷമാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവഹിതമുണ്ടോ എന്ന് ചോദിക്കുവാൻ നീ രാത്രി യാമങ്ങളിരുന്ന് പ്രാർത്ഥിച്ച് മറുപടി എടുക്കുന്നതാണ് നല്ലത്. മറ്റുള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നിൻ്റെ ശുശ്രൂഷ നെക്സ്റ്റ് ലെവലിലേക്ക് കയറണമെങ്കിൽ രാത്രി കാലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കണം. മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പിതാവിൽ നിന്ന് ശബ്ദം കേൾക്കുവാൻ കഴിയും. കർത്താവിൻ്റെ ഇഹലോക ശുശ്രൂഷയുടെ ആരംഭത്തിൽ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാൻ കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് തിരുവചനം പറയുന്നു. ആ പ്രാർത്ഥനയ്ക്കകത്ത് ചില പ്രത്യേകതകളുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേകത, ജീവിതത്തിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാർത്ഥിക്കണം. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 6 വരെ. 5:6 പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നിരപ്പാക്കും. ഒരു പഠനത്തിനായി പോവുകയാണ്, നിന്റെ വിവാഹമാണ്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനാണ്, ദൈവസന്നിധിയിലിരിക്കണം. ഏത് സമയമാണ് നല്ലത്? രാത്രി സമയം, അല്ലെങ്കിൽ മറ്റുള്ള തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ടുള്ളൊരു സമയം കണ്ടെത്തി ഇരിക്കണം. നമുക്ക് ദൈവവേല ചെയ്യുവാൻ ശക്തി ആവശ്യമാണ്. ആ ശക്തി വേണ്ടി കർത്താവ് ഇരുന്നത് 40 ദിവസമാണ് ഇരുന്നത്. ദൈവവേല ചെയ്യുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഉപവസിക്കണം. നീ അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഉപവസിക്കണം, ദൈവത്തോട് ചേർന്ന് ഇരിക്കണം. അത് 40 ദിവസം ഇരുന്നതിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ താൻ ശുശ്രൂഷയ്ക്ക് വന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇനി ജീവിതത്തിൽ മുന്നേറ്റം വരുവാൻ, അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാകുവാനോ വിടുതൽ ലഭിക്കുവാനോ പ്രാർത്ഥിക്കണം. അതും ഇതേപോലൊരു സ്ഥലത്ത്, നിർജ്ജന സ്ഥലത്ത്, മറ്റുള്ള എല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ആ ഒരൊറ്റ വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി നൽകും. നമ്മൾ 3 ഹെഡിങ്ങിനകത്താണ് നിൽക്കുന്നത്. 4-ാമത്തെ ഹെഡിങ് തീക്ഷ്ണമായ പ്രാർത്ഥന. എബ്രായർക്കെതിരെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം.
ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അതായത് ഉറച്ച പ്രാർത്ഥനയാണ്. ഉറച്ച പ്രാർത്ഥനയുടെ അകത്ത് എന്ത് വരും? കണ്ണുനീര് വരും. നമ്മൾ മറ്റേ പേറുപിറക്കുന്ന സമയത്തല്ല, വിഷമം വരുന്ന സമയത്തല്ല, ദൈവവുമായൊരു ആത്മബന്ധത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. ആത്മബന്ധം വരുമ്പോൾ എന്ത് ചെയ്യും? കണ്ണുനീര് വരും. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് നിറയും. നമ്മൾ ഇത്രയും തെറ്റുകളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് തോന്നും, അല്ലേ? അങ്ങനെയാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും അതുണ്ടാകട്ടെ. അങ്ങനെ ഉറച്ച തീരുമാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകും. ഈ നാളുകളിൽ പ്രിയ സഹോദരൻ്റെ ജീവിതത്തിനകത്തും ദൈവം മറുപടി നൽകട്ടെ. അത് 5, ഒരു മനസ്സോടെയുള്ള പ്രാർത്ഥന. ഒറ്റയ്ക്ക് മാത്രമല്ല, കൂട്ടത്തോടും പ്രാർത്ഥിക്കണം. അതിനാണ് സഭയുടെ അകത്തുള്ള പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഒറ്റയ്ക്ക് മാത്രമല്ല പ്രാർത്ഥിച്ച്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം ഇതിൻ്റെ 28-ാം വാക്യത്തിനകത്ത് പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ കൂട്ടി കർത്താവ് പ്രാർത്ഥനയ്ക്കായി പോകുന്നത് കാണാം. അതേപോലെ കർത്താവിൻ്റെ ഇഹലോകവാസം കഴിയുന്നതിന് മുന്നേ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യവും നമുക്ക് കേൾക്കുവാൻ കഴിയും. ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിപ്പിൻ, പരീക്ഷയിൽ അകപ്പെട്ട് പോകരുതെന്നൊക്കെ കർത്താവ് പറയുന്ന സമയത്ത് തന്നോടൊപ്പം ആരുണ്ടായിരുന്നു? ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആത്മീക വളർച്ചയ്ക്ക്, നമ്മുടെ ഭൗതിക വളർച്ചയ്ക്ക്, സഭയുടെ വളർച്ചയ്ക്ക് കർത്താവിൻ്റെ ദാസന്മാരാകുന്ന നമുക്ക് കൂടെ പ്രാർത്ഥിക്കുവാൻ, നമുക്ക് തോള് തരുവാൻ, അല്ലെങ്കിൽ നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ കഴിവുള്ള, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് വ്യക്തികളുള്ളത് നല്ലതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെല്ലാം അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സഭയ്ക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. പത്രോസ് അപ്പോസ്തലൻ തടവിലായ സമയത്ത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ തടവറയിനകത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി 1-ാം വാതിലും 2-ാം വാതിലും ഇരുമ്പ് വാതിലും തുറന്ന് പത്രോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തു? പുറത്തെത്തിച്ചതുപോലെ ഇതിനകത്തായിരിക്കുന്ന നിങ്ങളുടെ സഭയിലകത്തായിരിക്കുന്ന വ്യക്തികൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് തടവറകൾ പൊട്ടപ്പെടും. ഹല്ലേലൂയ. അതിനാണ് കർത്താവ് ഒരു സ്ഥലത്ത് നിൽക്കണമെന്ന് പറയുന്നത്. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും നിലപാടാത്ത വൃക്ഷം പോലെ ആയിരിക്കുവാൻ ഒരു സഭയ്ക്കകത്ത് ഒരു അഭിഷിക്തൻ്റെ കീഴിൽ നിങ്ങളായിരിക്കണമെന്ന് പറയുന്നതിന് കാരണം. ഇനി അഭിഷിക്തന്മാർക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ, ഇത് ഞാൻ ഇടയനും ഇവർ ആടുകളുമാണ്. ഇവർ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, ഇവർ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ ജീവിതത്തിനകത്തുന്ന ആ പ്രതികൂലം മാറണമേ എന്ന് അഭിഷിക്തന്മാർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് മുതൽ നിങ്ങളിത് കുറേ കാര്യാദികൾ കേട്ടു, കുറേയൊക്കെ ഗ്രഹിക്കുവാൻ പറ്റി കാണും. ഗ്രഹിക്കാൻ പറ്റാത്തവർക്ക് യൂട്യൂബ് ചാനലിൽ ഇത് വരും, അതിനെ കേൾക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ ലീവ് മാറ്റണം. നമുക്കെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം.